വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഓൾറെഡി ഗുഗുവിൻ്റെ ബർത്ത്ഡേക്ക് പാലക്കാട് പോകാനുള്ള പ്ലാനിലായിരുന്നു. ഓഫീസിൽ കഴിഞ്ഞ് വന്ന പപ്പ പറഞ്ഞു നമുക്ക് നാളെ പോകണ്ട, ഇപ്പം തന്നെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ രാത്രി 8 മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. യാത്ര പെട്ടെന്നായത് കാരണം ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ ഹൈവേയിൽ കയറി ഏകദേശം മണ്ണൂത്തി എത്താറായുണ്ട്. നൈറ്റ് ട്രാവൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഗ്ലാസ് തുറന്ന് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോഴാണ് ചിക്കുവിൻ്റെ കുറച്ച് അഭ്യാസങ്ങൾ. ചിക്കു ഈ വീഡിയോയിൽ പാറന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും എന്താ ഈ കുട്ടി പറയണേന്ന്. അത് ഞങ്ങളുടെ അച്ഛൻ്റെ വീടാ. പാലക്കാട് എലപ്പുള്ളി പാറയിലാണ് അച്ഛൻ്റെ വീട്. അപ്പം നിങ്ങൾക്ക് തോന്നും അച്ഛ വരാന്ന്. അച്ഛൻ എൻ്റെ മമ്മയുടെ സിസ്റ്ററാ. അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്. കുതിരാൻ ടണൽ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വടക്കഞ്ചേരി ടോളിലെത്തി. ഇപ്പോൾ രാത്രി 9 മണി. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി തുടങ്ങി. ഞങ്ങളിപ്പോൾ ഹോട്ടൽ ഡയാനിൽ നിർത്തിക്കുക. ഞങ്ങളെല്ലാവരും പൊറോട്ടയും ചിക്കനും വാങ്ങി. ചിക്കൻ ഒരു നെയ് റോസ്റ്റും വാങ്ങി. എല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പം ഞങ്ങൾ പാലക്കാട് എത്തി. രാത്രി 11 മണി ആയതുകൊണ്ട് എത്തിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനിയുള്ള വീഡിയോ ഒക്കെ പിറ്റേ ദിവസം ബർത്ത്ഡേ വീഡിയോ ആയിരിക്കും. ഹലോ, ഇന്ന് എന്റെ ബർത്ത്ഡേക്ക് ആയിട്ട് നമ്മള് പാലക്കാട്ടേക്ക് വന്ന ഗുഗു എന്റെ വീഡിയോ ഞാൻ 2-3 അപ്ലോഡ് ചെയ്തെന്ന് തോന്നുന്നു. അതിന്റെ 3 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇന്ന് ഗുഗുവിന്റെ പിറന്നാളാണ്. അപ്പൊ ഗുഗുവിന്റെ പിറന്നാളിനാണ് ഞങ്ങൾ ഗുഗുവിനെ കാണാൻ വേണ്ടി വന്നത് പാലക്കാട്ടേക്ക്. ഹാപ്പി ചിക്ക് എന്തായാലും നല്ലതല്ലൂട്ട. ഇവിടെ ഇവര് കളിക്കുമ്പോഴും തല്ലുകൂടുമ്പോഴും അപ്പുറത്തെ ഒരാൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ അതാ കിടക്കണു ഞങ്ങളുടെ കുഞ്ഞൻ. ഇവിടുത്തെ കളികളൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് പോയപ്പോൾ ചച്ചമ്മ അവിടെ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചച്ചമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും. അവിടെ അച്ചു ചെമ്മീനും നന്നാക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പ്രോൺസ് റോസ്റ്റും ആയിരുന്നു. അതുണ്ടാക്കണ തിരക്കിലായിരുന്നു അവരെല്ലാവരും. അപ്പോഴാണ് പപ്പ കുഞ്ഞിനെയും കൊണ്ട് അടുക്കളയ്ക്ക് വന്നത്. പപ്പ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ചച്ചമ്മയും കയറി വന്നു കുഞ്ഞിനെ കളിപ്പിക്കാനായിട്ട്. അടുപ്പിൽ വെച്ച ചിക്കൻ കറിയും മറന്നു, ചിക്കനും കരിഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, ചിക്കൻ കറി കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണിനെ കളിപ്പിക്കാനായി എല്ലാവരും എത്തി. കളിച്ചവൻ ഇപ്പോഴാണ് ക്യാമറ കണ്ടത്. കണ്ടപ്പോൾ ക്യാമറയ്ക്ക് ഒരു കിസ്സും തന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിക്കൻ കരിഞ്ഞെന്ന്. ചിക്കനൊന്നും കരിഞ്ഞിട്ടില്ല ശരിക്കും. ഇവിടെ ചച്ചമ്മ ഫുൾ സ്ട്രെങ്ത്തും കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനെ പിന്നാലെ എല്ലാവരും കേക്ക് കട്ടിങ്ങിന് ഡ്രസ്സുമാരെ തുടങ്ങി. ഗുഗുവിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. ആ വിട്ടത് ചൈനീസ് കുർത്തിയും കാർഗോ ജീൻസ് ആയിരുന്നു കേട്ടോ. അവൻ്റെ കേക്ക് കട്ടിങ്ങിൽ അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല. കാരണം അവൻ്റെ ഫേവറേറ്റ് സ്പൈഡർമാൻ കേക്കാണ് വാങ്ങിയത്. അതിനിടയ്ക്ക് കുഞ്ഞനും ഡ്രസ്സ് മാറി വന്നു. അവൻ ട്രൗസറും ബനിയനായിരുന്നു. സ്പൈഡർമാൻ കേക്ക് നോക്കിയിരിക്കുന്ന ഗുഗു അത് തുറക്കുമ്പോഴേക്കും കൈയിടാൻ തുടങ്ങി. അപ്പം തന്നെ കേക്ക് കട്ടിങ് തുടങ്ങി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ഗുഗു, ഹാപ്പി ബർത്ത്ഡേ ടു യു.
എൻ്റെ പപ്പിയും മമ്മിയും അവൻ്റെ മുഖം കേക്ക് കൊണ്ട് ഫേഷ്യൽ ചെയ്തു. ലാസ്റ്റ് ചിക്കു വന്ന് തേച്ചു അവൻ്റെ മുഖത്ത്. എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങി. ഇതാണ് എൻ്റെ ചിത്തപ്പൻ, ഗുഗുവിൻ്റെ പപ്പ. ഇതാണ് ഞങ്ങളുടെ അമ്മാച്ചി. ഞങ്ങൾ ഫുഡ് കഴിക്കണ കാരണം അമ്മാച്ചി ഉണ്ണിനെയും കയ്യിൽ വെച്ച് നിൽക്കായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. What's wrong? Something isn't right. Don't feel I belong in the light. Passion has gone and love's taken flight. Things just feel heavy tonight. I'm tasting no tears. കുറേ നേരം ഉണ്ണിനെ കളിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ബാക്കിൽ ചിക്കുവിൻ്റെ കുറച്ച് കുസൃതികൾ. ഇതാണ് ഞങ്ങളുടെ അച്ചു. വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വന്നത്. അത് ഞങ്ങളുടെ കസിൻ ലൂർദാൻറ്റി. ഇതാണ് ഞങ്ങളുടെ ലൂർദാൻറ്റി. ലൂർദാൻറ്റി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ തന്നെ റീൽസ് ഇരുന്ന് കാണായിരുന്നു. ബർത്ത്ഡേ കാരണം ലൂർദാൻറ്റി ഗിഫ്റ്റും കൊണ്ട് വന്നതാ. ഗുഗുവിനൊരു പിയാനയും കൂടെ ചിക്കു ഉള്ളത് കൊണ്ട് ചിക്കുവിനൊരു കിച്ചൺ സെറ്റും വാങ്ങിക്കൊണ്ടുവന്നു. ചായക്കൊടിയൊക്കെ കഴിഞ്ഞ് വന്ന വിരുന്നുകാരെല്ലാം പോയി. കുറച്ചു നേരം ഉണ്ണിനെ കളിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും സിനിമ കാണായിരുന്നു. ഏത് സിനിമയാണ് വെക്കണ്ടേ എന്നുള്ള ചർച്ചയിലായിരുന്നു എല്ലാവരും. അപ്പോഴാണ് ഒരു കരച്ചിലേട്ടെ. നോക്കിയപ്പോൾ സോഫയുടെ ബാക്കിൽ ഗുഗു പെട്ട് കിടക്കുകയായിരുന്നു. അവനെ രക്ഷിക്കാനായിട്ട് ചിക്കുവും ശ്രമിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റീൽസ് എടുത്തു. ഞങ്ങളുടെ ചാനലിൽ പോയി എല്ലാവരും കണ്ടോളൂട്ടാ. നൈറ്റ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം കിടന്നു. പിറ്റേ ദിവസം ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. എൻഗേജ്മെന്റിന് പോവാൻ റെഡിയാവണ തിരക്കിൽ ഇറങ്ങണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. യാത്ര പറഞ്ഞത് എടുക്കാൻ പറ്റിയില്ല. വടക്കഞ്ചേരി ആയിരുന്നു എൻഗേജ്മെന്റ്. അത് കഴിഞ്ഞ് നേരെ തൃശ്ശൂർ പോന്നു. തിരിച്ചു പോരുമ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്നെ അറിയില്ല. എൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കാണണമെന്നില്ല. ഞാൻ ഒന്നും കൂടി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സന. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചിക്കുനാനാണ്. ചിക്കു എൻ്റെ അനിത്യാണ്. അവളുടെ പേര് സഫ. വന്ന് പുതുക്കാട് എത്തി. അവിടെ എത്തിയപ്പോൾ ഗേറ്റ് അടയും കിട്ടി. അവന് 1 മണിക്കൂർ ഗേറ്റ് അടയിൽ നിന്നു. അപ്പോഴാണ് ചിക്കു ബാക്കിൽ കൂർക്കം വലിച്ചുറങ്ങുണ്ടായിരുന്നത്. ഗേറ്റ് അട കഴിഞ്ഞ് ഞങ്ങൾ വീട് എത്താറായിട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മാഞ്ഞാങ്കുഴി ഡാം. നല്ല മഴയാ ഇവിടെ. ഡാമുകളിലൊക്കെ നല്ല വെള്ളം കൂടി ഉണ്ടിട്ടാ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്തോളൂട്ടാ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.